15 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായിട്ട് ഞാൻ കൃഷിക്ക് അച്ഛനും അമ്മേനെ നോക്കാൻ വേണ്ടി കൃഷിക്ക് പുറപ്പെട്ടതാണ്. കൊയ്ത് പുഴുങ്ങി വേവിച്ചെടുത്ത നെല്ലിന്റെ അരി സൂപ്പർ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു പ്രത്യേക തരം സ്ഥലത്താണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത്. അത് കൊല്ലങ്കോട് പെരിങ്ങോട്ടുശ്ശേരി കളം എന്നറിയപ്പെടുന്ന രാമചന്ദ്രേട്ടൻ്റെ കടയിലേക്കാണ് കേട്ടോ. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഫുള്ള് ഞാൻ പറയട്ടോ. അത്ര ഭംഗിയുള്ളൊരു സ്ഥലത്ത് നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കടയിൽ ആരുമില്ല. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനാ തോന്നി കടയുടെ ഉടമസ്ഥൻ. അതായത് നമുക്ക് ആ ചേട്ടനോട് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വരാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഇതാണ് രാമചന്ദ്രേട്ടൻ കേട്ടോ. ഈ കട എന്താ ഇവിടെ ആൾക്കാർ അച്ഛൻ എന്തുകൊണ്ട് ഇത് കിട്ടുന്നത്? ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അതിനെ വൃത്തിയാക്കി വരുന്നവർക്ക് ആഹാരം കൊടുക്കാൻ റെഡിയാക്കാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. ഇവിടെയാണ് വെച്ചത്. അവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി അവിടെ എല്ലാം ഏർപ്പാടാക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുക്കാൻ മരുമകളാണ് ചെയ്യുന്നത്. അച്ഛൻ നല്ലൊരു കർഷകനാണ് കേട്ടോ. അച്ഛൻ ഇറങ്ങിയതാണ്. 15 വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായിട്ട് ഞാൻ കൃഷിക്ക് അച്ഛനും അമ്മേനെ നോക്കാൻ വേണ്ടി കൃഷിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ നട്ടോ നേരത്തെ ഇതൊക്കെ വാർത്ത പതിച്ചതാണ്. ഇതെല്ലാം കളയില്ല. അപ്പോൾ ഇതൊക്കെ വാർത്ത വെച്ച് ഒരു വളം കഴിഞ്ഞ് ഇനി 2ാം പ്രാവശ്യം കൊടുക്കണം. അടുത്ത ആഴ്ച കൊടുക്കണം. അടുത്ത ആഴ്ച ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട് അല്ലേ? നല്ല കാറ്റും. എന്ത് വളം കോംപ്ലക്സ്, പിന്നെ പൊട്ടാഷ്, യൂറിയ കൂടുതലിടില്ല. കോംപ്ലക്സ്, പൊട്ടാഷ്. ഈ വഴിയെ നടക്കാൻ എന്ത് രസമാണെന്നറിയോ. ഫുൾ നല്ല കാറ്റാണ് കേട്ടോ. എന്തായാലും അച്ഛൻ്റെ ഇത് മനസ്സ് പോലെ ഇതെന്നും ഇതേപോലെ കൃഷിക്കട ഇവിടെ നിലനിൽക്കട്ടെ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളുടെ കാലത്തും അത് നിലനിന്ന് വരട്ടെ. മക്കളുടെ കാലത്തൊക്കെ ഇത് നിലനിൽക്കട്ടെ അല്ലേ? കാരണം നമുക്ക് അരി സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് പോയി എടുക്കുന്നേക്കാൻ നല്ല ഉണ്ടാക്കി നമ്മുടെ ഭക്ഷണം നമ്മുടെ മക്കൾക്കും കഴിക്കാം. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും. മക്കൾ അവിടെ പോയി പോകണോ? ആയിക്കോട്ടെ. അപ്പം ഇത്രയും പ്രായം കൂടിയിട്ടും ആ അച്ഛൻ മണ്ണിലോട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു മനസ്സുണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കർഷകരെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനൊരു ചെറിയൊരു കർഷക കുടുംബത്തിലാണെങ്കിലും നമുക്ക് ഇതേപോലെ ഈ പാടവും അച്ഛൻ്റെ മനസ്സുണ്ട്. അച്ഛന് ഇനി ഇത് ഒരുപാട് എന്ന് വെച്ചാൽ മക്കളുടെ മക്കളൊക്കെ ഇത് തുടർന്ന് കൊണ്ടുപോട്ടെ എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ഇത് നിലനിൽക്കട്ടെ. ഈ പാടങ്ങളും ഈ കൃഷിത്തോട്ടങ്ങളൊക്കെ ഇനി ഒരുപാട് നാളും ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും നമുക്ക് പോയി ഫുഡ് കഴിക്കണമല്ലോ. അത് കാരണം നമ്മൾ ആ ഫുഡ് കഴിക്കുന്ന അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമുക്കിപ്പോൾ ഹോട്ടലിലോട്ട് കഴിക്കാൻ പോകാം. എന്താണെന്ന് വെച്ചിട്ട് 11:30 കാര്യമുള്ളൂ. നമ്മളിവിടെ ഫുഡ് ആയിട്ടുണ്ടാവില്ല. അവർ വീട്ടിൽ നിന്ന് വെച്ച് കൊണ്ടുവരും കേട്ടോ. ഫുഡ് നോക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെ കളപ്പുര കാണിച്ചു തന്നു കേട്ടോ. അവിടുത്തെ ഇവിടെ ഞാൻ ആദ്യമായിട്ടോ കളപ്പുര കാണുന്നത്. ബാച്ച ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ? ഇതിന്റെ ഉള്ളിൽ നെല്ല് ഇതിന്റെ ഉള്ളിൽ നല്ല തണുപ്പ്. 13,000 കിലോ നെല്ല് ഈ പ്രാവശ്യം നെല്ല് പോരുന്നത്. അതും വാരുന്നത് ഇത് തലയിൽ വെക്കുന്നത്. ഞാൻ അച്ഛനോട് ചോദിച്ചു എന്തിനാണ് ഈ പാറയിൽ തന്നെ ഇവർ കെട്ടിപ്പൊക്കിയേക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് പണ്ടത്തെ കാലത്ത് ഭയങ്കര കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി അവർ പാറയിൽ തന്നെ കെട്ടുന്നതാണ്. 4 പൂട്ടൊക്കെ ഉണ്ട് ഇതിന്. ജനൽവാതിലുകളൊന്നുമില്ല. അതിന് വേണ്ടി തന്നെയാണ് ഇവർ പാറയിൽ തന്നെ കെട്ടിപ്പൊക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി. അച്ഛൻ കളപ്പുരയൊക്കെ പൂട്ടി ഇറങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഫുഡ് എത്തി. അവസാനം നമ്മൾ കാത്തിരുന്ന ചേച്ചിതായി എത്തി. ചേച്ചിയുടെ പേര് വിനിത. ചേച്ചി വീട്ടിൽ തന്നെ ഫുഡൊക്കെ എല്ലാം ചെയ്തിട്ടേ വരും. അപ്പം ഇന്ന് എന്തൊക്കെ സ്പെഷ്യൽ കാണാം. ചോറ്, അതെ, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഈ പാടത്തുള്ള നെല്ല് അരച്ച് അരിയാക്കിയതാണ് ഇത്.
പിന്നെന്താ ഇത്, പിന്നെ ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ രസം. ഇതൊക്കെ കൂട്ടിയാണ് നമുക്ക് ഇന്നൊരു പിടി വെക്കാൻ. അതെ, ഇത് അവിയല്, ഇവിടത്തെ മസാല കറി എന്ന് പറയും. എല്ലാ വെജിറ്റബിൾസും, അത്യാവശ്യം എല്ലാ വെജിറ്റബിൾസും ഇട്ടിട്ടുള്ള ഒരു കറി. പിന്നെ ക്യാബേജ് തോരൻ, പിന്നെ പയറ് മെഴുക്ക് വരട്ടിയുണ്ട്. ഇത് മത്തങ്ങ, പച്ചമത്തൻ എലിശ്ശേരി കറി. ഇത് പൈനാപ്പിൾ കറി. ഇത് പൈനാപ്പിൾ കറി. ഇത് മോരാണ്, പച്ചമോര് അല്ലേ? പച്ചമോര് വറുത്തിട്ട് മോര്. നല്ല നാടൻ ചിക്കൻ കറി. ഇനി എന്താ മീൻ പൊരിച്ചോണ്ടിരിക്കുന്നു. ഈ മീനൊക്കെ അവർ തന്നെ വളർത്തുന്ന മീനാട്ടോ. അവിടെ നിന്ന് നമുക്ക് പിടിച്ച് ഫ്രഷായിട്ട് വറുത്ത് തരും. പായസം ഉണ്ട്. പായസം ഉണ്ടല്ലേ? ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഡേയിലാന്ന് തോന്നുന്നു വന്നതല്ലേ. എന്ത് പായസം ചേച്ചി? ഇന്ന് ചെറുപയറാണ്. ഞാൻ ആ നെയ്യ് പോലും ഇളക്കിയിട്ടില്ല. നെയ്യ് അങ്ങനെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ് നെയ്യ്. അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡിനെ പറ്റി പറയാം. മീൻകറിയുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് സ്പെഷ്യലാണ്, ഇന്ന് എല്ലാ ഐറ്റം ഉണ്ട്. ഫീഡ്ബാക്ക് അതെ, ഇനി നമുക്ക് കഴിക്കാം. കഴിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് പറയുന്നതായിരിക്കും നല്ലത്. ഈ ചേച്ചി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ. വേറെ ചേച്ചി ഉണ്ട്, ചേച്ചി മീൻ വറുക്കുകയാണ് കേട്ടോ. പിന്നെ ചേച്ചി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഓരോ കറികൾ എന്താന്ന് ആ ചേച്ചി പറഞ്ഞിങ്ങനെ വിളമ്പുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ. അത്രയ്ക്കുള്ള വിഭവം ഉണ്ട് അവിടെ. പിന്നെ ഈ ചോറിൻ്റെ പ്രത്യേകത, ആ പാടത്തുള്ള നെല്ല് കുത്തി അരിയാക്കി അത് വേവിച്ചതാണ് കേട്ടോ. അത് ഞാൻ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് രണ്ടാമത്തെ വട്ടം. എനിക്ക് നല്ല വിശപ്പുള്ളതാണ്. ഞാൻ എല്ലാ കറിയും കൂടി കോരി വാരി ഇട്ടിട്ടാട്ടോ ടേസ്റ്റ് ചെയ്തത്. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഓരോ കറികളും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അതും സൂപ്പറായിരുന്നു. പിന്നെ ഇതാണ് അവിയൽ, ഇത് പയറുപ്പേരി, ഇത് ക്യാബേജ് തോരൻ, പൈനാപ്പിൾ കറി, മത്തങ്ങ കറി, പിന്നെ അവരുടെ ഒരു വെജിറ്റബിൾ കറി, അതും സൂപ്പറായിരുന്നു കേട്ടോ. അതിനെന്തോ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ രസമായിരുന്നു കേട്ടോ. അത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അടിപൊളി രസം. അത് എത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര ടേസ്റ്റ് ആയിരുന്നു അതിന്. എന്താ ടേസ്റ്റ് ആയിരുന്നു, അത് സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ പായസവും കുടിച്ചു, ചെറുപയർ പായസമായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. സദ്യ കഴിച്ച് നമുക്ക് വേഗം ഉറക്കം വരും അല്ലേ. അത് പിന്നെ മീൻകറി, ചിക്കൻ കറി എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. മീൻ പൊരിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ചെന്നപ്പോൾ. പിന്നെ ചേച്ചിയോട് യാത്ര പറഞ്ഞു അവിടെ കേട്ടോ. പായസം അടിപൊളിയാണ്. രസം വീണ്ടും വരിക. ഞങ്ങൾ പോട്ടെ. നമുക്ക് അച്ഛനെയും കൂടി കണ്ടിട്ട് പോകാം. ഇവിടെ നല്ല ആനയുടെ ശല്യം ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കെട്ടിട്ടേക്കുന്നുണ്ടോ. അച്ഛനെ കണ്ടുപിടിച്ചു. ഞങ്ങൾ ഊണ് കഴിച്ചിട്ടാ. നല്ല സൂപ്പർ ഊണായിരുന്നു, നല്ലൊരു സദ്യയായിരുന്നു കേട്ടാ. പായസൊക്കെ ഉണ്ടെന്ന് വെറൈറ്റി. ചേച്ചി അപ്പൊ പോട്ടെ. അപ്പൊ ഞങ്ങൾ പോവാണ്. ഈ കട കണ്ടുപിടിക്കാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ സ്ഥലം നിങ്ങൾ അറിയിച്ചാൽ മതി. അതെ, ഈ സ്ഥലപ്പേര് പെരിങ്ങോട്ടുശ്ശേരിക്കളം രാമചന്ദ്രേട്ടൻ. അതെ, പെരിങ്ങോട്ടുശ്ശേരിക്കളം രാമചന്ദ്രേട്ടൻ്റെ കട. ഇത് വലിയ അറിയാവുന്ന, നമ്മൾ നേരിട്ട് വരുമ്പോൾ ഉള്ള കട തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഉച്ചയൂണ് നല്ല ഗംഭീര സദ്യ കഴിച്ചിട്ട് മടങ്ങാം. നല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല നാടൻ റെസിപ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഊണ് കേട്ടോ. അത് കഴിച്ചിട്ട് വരാൻ ഈ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാം. അപ്പം ശരി, നമുക്ക് ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ അച്ഛനെ കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നല്ല സദ്യയായിരുന്നു കേട്ടോ. ഗംഭീര സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. നിങ്ങൾ കൊല്ലങ്കോട് ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിലൊക്കെ ഇവിടെ ഒന്ന് വന്ന് കഴിക്കണം കേട്ടോ. നല്ല ഫുഡും നല്ല ഗ്രാമീണതയും നല്ല ആൾക്കാരും, അടിപൊളി വൈബായിരിക്കും കേട്ടോ.